പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരുടെ അധിക നികുതി പിരിവ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിവ് നടത്തിയിരുന്ന പ്രാദേശിക ജന്മിമാർ അഥവാ പ്രഭുക്കന്മാർ അഥവാ സെമീന്ദാർമാരുടെ ചൂഷണം, പ്രകൃതി രമണീയമായ കാട് വെട്ടിത്തെളിക്കുന്നത് കാരണം ഗോത്രവിഭാഗങ്ങൾക്കുണ്ടായ എതിർപ്പ്, ഇതൊക്കെയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് കർഷകരെയും ഗോത്രവിഭാഗങ്ങളെയും കലാപങ്ങൾക്ക് പ്രേരിപ്പിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കലാപങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നു. ഒന്ന് രണ്ട് കലാപങ്ങൾ പ്രാധാന്യത്തോടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മറ്റു ചില കലാപങ്ങൾ ജസ്റ്റ് വർഷവും അത് എവിടെയാണ് നടന്നത്, എന്തിനു വേണ്ടിയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് നീലം കർഷക സമരം. അതിനു മുമ്പ് ഈ ഒരു 3 സെന്റൻസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ACRT പാഠപുസ്തകത്തിൽ കൃത്യമായി നൽകിയിരിക്കുന്ന ഒരു 3 സെന്റൻസ്. ഈ 3 സെന്റൻസ് അതേപോലെ PSC ചോദിക്കാറുമുണ്ട്. നിങ്ങളും മുൻവർഷ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഗസ് ചെയ്യുന്നതിനപ്പുറമാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഒന്ന് വായിച്ചിട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ആൻസർ എഴുതും. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. അതാ പ്രശ്നം. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് DG ടെണ്ടുൽക്കർ ആണ്. എന്താണ് പറഞ്ഞേ? ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. നമുക്കറിയാം എന്താണ് നീലം എന്ന് പറയുന്നത്. യൂറോപ്പിലെ പ്രധാന വ്യവസായം എന്ന് പറയുന്നത് തുണി വ്യവസായമാണ്. തുണി വ്യവസായത്തില് ചായം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നതാണ് നീലം. ആ നീലം കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നീലം കൃഷി ചെയ്യാൻ പല കർഷകരും തയ്യാറായില്ല. നീലം കൃഷി ചെയ്ത ചില കർഷകരായിക്കോട്ടെ, അതിന്റെ ഭാഗമായി ആ നീലം കൃഷി ചെയ്ത സ്ഥലത്ത് മറ്റു വിള ചെയ്യാൻ കഴിയാതെ പട്ടിണിയായി, ദാരിദ്ര്യത്തിലായി, ക്ഷാമത്തിലായി. അതുകൊണ്ടാണ് DG ടെണ്ടുൽക്കർ ഇങ്ങനെ പറയുക, ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം PSC ഫസ്റ്റ് ഓപ്ഷൻ നൽകുന്നത് ഗാന്ധിജിയാണ്. ഒരിക്കൽ പോലും ഈ സെന്റൻസ് കാണാതെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഗാന്ധിജി എഴുതില്ലേ? ഉറപ്പായും എഴുതും. കാരണം ഇപ്പോഴും ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട്, ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി പറയുന്നത് ഗാന്ധിജിയാണ്. വില്യം ബെന്റിക് പ്രൂഫ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എഴുതില്ല. പക്ഷെ ഇനി നിങ്ങൾ എഴുതും. ശരിയല്ലേ? പക്ഷെ ഈ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ എഴുതാതെ പോവോ? ഇല്ല. തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എഴുതാതെ പോകുന്നതിനേക്കാളും ഡേഞ്ചറാണ് തെറ്റിക്കാൻ സാധ്യതയുള്ളത്, അല്ലെ? അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. നമുക്കറിയാം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു 1828 മുതൽ 1833 വരെ. 1833 ചാർട്ടർ നിയമം അനുസരിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി. ഇദ്ദേഹം ഇന്ത്യക്കാരായ ജനങ്ങളോട് സഹാനുഭൂതിയോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ, ദ ബെനവലന്റ് ഗവർണർ ജനറൽ എന്ന് വിളിക്കാറുണ്ട്. അല്ലെ? അല്ലെ? സിമ്പിൾ അല്ലേ? ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കോർ ചെയ്യില്ലേ? സ്കോർ ചെയ്യും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ മുൻവർഷത്തിൽ കണ്ടിട്ടുണ്ടാവും. മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്കു റെയിലിനാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് DS ബുക്കാനനാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ റെയിൽവേ സംവിധാനത്തിലൂടെ ചരക്ക് നീക്കം നടത്തുകയും തുച്ഛമായ പ്രതിഫലം ഇന്ത്യക്കാർക്ക് നൽകിക്കൊണ്ട് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി എന്നതുമാണ് ഇവിടെ പറയുക. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്കു റെയിലിനാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് DS ബുക്കാനനാണ്. ഇത് 3 മുൻവർഷ ചോദ്യങ്ങളാണ്. ഇത് 3ഉം SCRT പുസ്തകത്തിലെ സെന്റൻസ് ആണ്. നമുക്കറിയാം SCRT പുസ്തകം നിങ്ങൾ കാണുമ്പോൾ ഏറ്റവും മുൻവശത്ത് ഇതുപോലുള്ള ചില ആ ഒരു പാഠഭാഗത്ത് എന്താണ് നമ്മൾ പഠിക്കുന്നത്, അതിന്റെ ഒരു എന്താണ് ഒരു ചുരുക്കം എന്ന രീതിയിൽ ഇത്തരം സെന്റൻസുകൾ കാണാറുണ്ട്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കുമാരനാശാന്റെ ചില വാചകങ്ങൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് ആദ്യത്തെ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന ആദ്യ പേജിൽ കാണും. നിങ്ങൾ കാണാറുള്ളതാണ്. അപ്പോൾ അതിൽ വന്ന 3 സെന്റൻസ് ആണ് കേട്ടോ.
ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് പോവാം. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ എന്ന് പറഞ്ഞ സെന്റൻസ് കാണാൻ പഠിക്കരുത്. ഒന്ന് വായിച്ചു നോക്ക്. ഇന്ന ആളാണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതാ ഡി.ജി. ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിക്ടൺ. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്ക് റെയിലിനാൽ കെറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഡി.എസ്. ബുക്കാനനുമാണ്. നീലം കർഷക കലാപം നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കർഷക കലാപം ആയതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയത് മാത്രം. നീലം കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ട ഭൂപ്രദേശം ബംഗാളാണ്. ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1859. എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. അമ്പും വില്ലും വാളും കുന്തവുമായി നീലം കർഷകർ ഫാക്ടറി ആക്രമിച്ചു. സ്ത്രീകൾ പോലും ഈ കലാപത്തിൽ പങ്കാളിയായി. ആ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽദർപ്പൺ അല്ലെ. നമ്മള് സാഹിത്യ മേഖല പഠിച്ചപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യം പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വൈസ്രോയിമാര് പഠിച്ചപ്പോൾ കാനിങ് പ്രഭുവിന്റെ കാലഘട്ടം പഠിച്ചപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അവിടെ പുതുതായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ബംഗാളിലെ നീലം കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1859. ഈ പ്രഖ്യാപനത്തെയാണ് നമ്മൾ നീലം കർഷക കലാപം എന്ന് വിളിക്കുക. പ്രതിഷേധമടങ്ങാതെ അവര് അമ്പും വില്ലും വാളും കുന്തവുമായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയ എന്താണോ അത് ആയുധമായി കണക്കാക്കിക്കൊണ്ട് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. സ്ത്രീകളും കലാപത്തിൽ പങ്കാളിയായി എന്നത് ആ സമൂഹത്വം എത്രത്തോളം നീലം കൃഷി കൊണ്ട് പൊറുതിമുട്ടി എന്ന് സൂചിപ്പിക്കുന്നതാണ്. നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകം നീൽ ദർപ്പൺ നോവലായിട്ട് രചിച്ചു. പിന്നീട് അത് നാടകമായി അവതരിപ്പിച്ചു ഇന്ത്യ ഒട്ടാകെ ഈ ഒരു ആശയം പ്രചരിക്കുന്നതിന് വേണ്ടി. അപ്പൊ PSC ദീനബന്ധു മിത്ര രചിച്ച നോവൽ എന്നോ അല്ലെങ്കിൽ നാടകമെന്നോ ചോദിക്കാൻ നീൽ ദർപ്പൺ. ഓക്കെ അല്ലെ. ഡക്കാൻ കലാപം. ഡക്കാൻ കലാപവും ഒരു കർഷക കലാപം തന്നെയാണ് കേട്ടോ. അത് പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ ഒരു പോയിന്റ് നമുക്കിവിടെ വേണ്ടേ. ബ്രിട്ടീഷുകാർക്കെതിരെയാണോ ഡക്കാൻ കലാപം? അല്ല. നീലം കർഷക കലാപം ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. പക്ഷെ ഡക്കാൻ കലാപം ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയല്ല, മറിച്ച് പ്രാദേശികമായി വായ്പ നൽകിയിരുന്ന ആൾക്കാർക്കെതിരെയായിരുന്നു. ജന്മിമാർക്കെതിരെയല്ല, സെമീന്ദാർമാർക്കെതിരെയല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയല്ല, മറിച്ച് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർക്കെതിരെയായിരുന്നു. നോക്കാം. ഡക്കാൻ കലാപം ആരംഭിച്ചത് 1875 ഡക്കാൻ മേഖലയില് പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് പൊതുവായി അറിയപ്പെട്ടിരുന്നത് സാഹുക്കൾ എന്നാണ്. നമ്മളെ ഇപ്പൊ കേരളത്തിലൊക്കെ ബ്ലൈഡ് മാഫിയ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോ ഡക്കാൻ മേഖലയിലെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ സാഹുക്കൾ എന്നറിയപ്പെടും അല്ലെ. ഈ സാഹുക്കൾ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കും. ഇവർക്ക് തോന്നിയതുപോലെയാണ് പലിശ ഈടാക്കുക. എന്നിട്ട് ഈ വിവരം സാഹുക്കൾ എന്ത് ചെയ്യും? ഒരു ബുക്കിൽ എഴുതി വെക്കും. പണയമായി കർഷകരുടെ വസ്തുവിന്റെ പ്രമാണം ഇവർ ചിലപ്പോൾ മേടിക്കും. ഇതൊക്കെയാണ് സാഹുക്കളുടെ രീതി. കർഷകര് ഒരു പരിധിയായപ്പോ ഇവര് വാങ്ങിച്ച തുക അടച്ചു, പലിശ അടച്ചു, പലിശയുടെ പലിശ അടച്ചു. എന്നിട്ടും സാഹുക്കൾ വീണ്ടും എന്ത് ചെയ്യാൻ പറഞ്ഞു? തുക അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. ഗതികെട്ട ജനങ്ങള് ഡക്കാനിലെ കർഷകര് എന്ത് ചെയ്തു? ഈ സാഹുക്കൾക്കെതിരെ കലാപം ആരംഭിച്ചു. അതാണ് ഡക്കാൻ കലാപം. ഡക്കാൻ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് സുബ ആയിരുന്നു. ഈ സുബ എന്ന് പറയുന്നത് പൂനെയുടെ പഴയ പേരാണ് കേട്ടോ. സുബ. സാഹുക്കളുടെയും വലിയ കച്ചവടക്കാരുടെയും കേന്ദ്രങ്ങൾ കലാപകാരികൾ സംഘടിച്ച് ആക്രമിക്കുകയും എന്ത് ചെയ്തു? കണക്ക് പുസ്തകങ്ങൾ കത്തിക്കുകയും ധാന്യക്കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു. കാരണം ഇവർക്ക് കൃഷിയില്ല. കൃഷിസ്ഥലം മൊത്തം സാഹുക്കൾ കൊണ്ടുപോയി. അപ്പോൾ സാഹുക്കളെ ആക്രമിക്കുകയും സാഹുക്കളുടെ വീട് ആക്രമിക്കുകയും സാഹുക്കളുടെ ഓഫീസ് ആക്രമിക്കുകയും അവര് എഴുതി വെച്ചിരുന്ന കണക്ക് പുസ്തകങ്ങൾ ഇവർ കത്തിച്ചു. കുറച്ചുപേരെ കൊണ്ടുപോയി, കുറച്ച് അവിടെ ഇട്ട് കത്തിച്ചു. എന്നിട്ട് ഈ സാഹുക്കളുടെ കീഴിൽ ഉണ്ടായിരുന്ന സംഭരിച്ചിരുന്ന ധാന്യക്കലവറകളിൽ നിന്ന്, ധാന്യക്കടകളിൽ നിന്ന് ധാന്യം കൊള്ളയടിച്ചു. ഓക്കെ. എന്തുകൊണ്ടാ പ്രധാന കേന്ദ്രം സുബ എന്ന് പറയുന്നേ? ഈ സുബ എന്ന് പറയുന്നത് സാഹുക്കളുടെയും പ്രധാന വൻകിട കച്ചവടക്കാരുടെയും കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് ഈ ഡക്കാൻ കലാപം അരങ്ങേറിയത് സുബ അഥവാ പൂനെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ഡക്കാൻ കലാപം ആരംഭിച്ചത് 1875. ഡക്കാൻ മേഖലയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ സാഹുക്കൾ എന്നറിയപ്പെടുക. ഡക്കാൻ കലാപത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സുബ, അതായത് പൂനെ. സാഹുക്കളുടെയും വലിയ കച്ചവടക്കാരുടെയും കേന്ദ്രമാണ് ഈ സുബ എന്ന് പറയുന്നത്. കലാപകാരികൾ, അതായത് കർഷകര് സംഘടിച്ച്
ഈ സാഹുക്കളുടെ കയ്യിലുള്ള കണക്ക് പുസ്തകങ്ങൾ കത്തിക്കുകയും ധാന്യക്കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു. സാഹുക്കളുടെ വീടുകൾ തീവയ്ക്കുകയും ചെയ്തു. അതായത് സാഹുക്കൾക്കെതിരെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള കലാപമാണ് ഡക്കാൻ കർഷക കലാപം. അത് പ്രാധാന്യത്തോടെ പഠിക്കാം. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയല്ല, ജന്മിമാർക്കെതിരെയല്ല. അതാണ് ഡക്കാൻ കലാപത്തിന്റെ പ്രത്യേകത. ഓക്കെ. ഗോത്രകലാപം. ഗോത്രകലാപങ്ങൾക്ക് പൊതുവായ ചില കാരണങ്ങളുണ്ട്. ആ പൊതുവായ കാരണങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഗോത്ര ജനത എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഗോത്ര വിഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ ഉൾവനങ്ങളിൽ താമസിക്കുന്നവരാണ്. അവര് പ്രധാനമായിട്ടും വനവിഭവങ്ങൾ ശേഖരിച്ചാണ് അവരുടെ നിത്യജീവിതം കഴിച്ചിരുന്നത്. ചില വിഭാഗം കന്നുകാലി കൃഷി ചെയ്തിരുന്നു. മറ്റു ചിലര് പുനം കൃഷി ചെയ്തിരുന്നു. എന്താണ് ഈ പുനം കൃഷി എന്ന് പറഞ്ഞാല്? കാട് വെട്ടിത്തെളിച്ച് ആ കാട് വെട്ടിത്തെളിക്കുന്ന മരങ്ങളും കൊമ്പുകളും ഒക്കെ കൂട്ടിയിട്ട് ഇവര് കത്തിക്കും. കത്തിച്ചിട്ട് ആ ചാരം മണ്ണിനോട് ചേർക്കും. മണ്ണിനോട് ചേർത്ത് കൃഷി ചെയ്യും. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വനത്തെ നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല. ഇതിനെയാണ് നമ്മൾ പുനം കൃഷി എന്ന് വിളിക്കുക. ഈ പുനം കൃഷിക്ക് മറ്റൊരു പേരുണ്ട്, വെട്ടിച്ചുട്ട് കൃഷി. അല്ലെ? ഗോത്രവിഭാഗങ്ങൾ പൊതുവായി കേരളത്തിൽ ഉൾപ്പെടെ ഗോത്രവിഭാഗങ്ങൾ പൊതുവായി ചെയ്യുന്ന കൃഷി രീതിയാണ് പുനം കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷി. പിന്നെ ഇവർ ചെയ്തിരുന്നത് ഉൾവനങ്ങളിൽ താമസിക്കുന്ന ഗോത്രങ്ങളാണെങ്കിൽ വേട്ടയാടലിലൂടെ അവര് ഭക്ഷണം കണ്ടെത്തിയിരുന്നു. അപ്പോ പൊതുജനങ്ങളുമായിട്ട് ഗോത്രവിഭാഗങ്ങൾ നേരിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അവരെ ഇനി ഗോത്രവിഭാഗങ്ങളെ ഇനി നിങ്ങൾ പുരോഗതിയിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചാൽ, ഇന്നും ഗവൺമെന്റ് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവർ അംഗീകരിക്കുമോ? ഇല്ല. അവർക്ക് അവരുടേതായ ജീവിതശൈലിയുണ്ട്, അവരുടേതായ നിയമങ്ങളുണ്ട്, അവരുടേതായ സംസ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവര് വനത്തിൽ ജീവിക്കത്തുള്ളൂ. പൊതുസമൂഹവുമായി ബന്ധം പുലർത്താൻ പോലും പല ഗോത്രവിഭാഗങ്ങളും അഥവാ ആദിവാസികളും ഇന്നും തയ്യാറല്ല. ഇനി അവരുടെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് അവരെ നിർബന്ധമായും പൊതുസമൂഹത്തിൽ നഗരത്തിൽ കൊണ്ടുവന്ന് താമസിക്കണം എന്ന് പറഞ്ഞാൽ അവര് തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. അപ്പൊ ബ്രിട്ടീഷുകാര് ഇവരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും ചില സ്ഥലങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കി. അപ്പോൾ വനവിഭവങ്ങളാണ് ഇവർ ശേഖരിക്കുക. അതിലൂടെയാണ് ഇവരുടെ ജീവനോപാധി നിറവേറ്റുക. വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് തടഞ്ഞതും പല സ്ഥലങ്ങളിലും എന്തായി? ഗോത്രകലാപങ്ങൾ ഉപയോഗിച്ചു. വെട്ടിച്ചുട്ട് കൃഷിയില് വനം ഇവര് വെട്ടിച്ചുട്ട് കൃഷി ചെയ്യുന്നു. വനം വെട്ടിത്തെളിച്ചിലെ കൃഷി ചെയ്യുക. വനത്തെ സംരക്ഷിത പ്രദേശമാക്കി മാറ്റിയ ബ്രിട്ടീഷുകാർ മരം വെട്ടിത്തെളിക്കുന്നത് തടഞ്ഞു. അതും പ്രതിഷേധത്തിന് കാരണമായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഗോത്രകലാപങ്ങൾ അരങ്ങേറിയതിന്റെ പ്രധാന കാരണം എന്താണ്? ഗോത്രവിഭാഗങ്ങളുടെ ജീവിതത്തിൽ അവര് അവരുടേതായ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുക. പൊതുസമൂഹം ഒരു ബന്ധവുമില്ല. അവരുടെ ജീവിതത്തിൽ അനിയന്ത്രിതമായ ഇടപെടൽ നടത്തിയതാണ് എന്തിന് കാരണമായി തീർന്നത്? ഗോത്രകലാപങ്ങൾക്ക്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശമാക്കിയ ബ്രിട്ടീഷ് നടപടി ഈ ഗോത്രങ്ങളെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. സ്വാഭാവികമായിട്ടും അത് പ്രതിഷേധമായി ആളിക്കത്തി. മനസ്സിലായോ? വനസംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമങ്ങൾ പാസാക്കി. 1868 വനവകുപ്പ് രൂപീകരിക്കുക. അതിനു മുമ്പ് തന്നെ വനസംരക്ഷണ നിയമങ്ങൾ പ്രാദേശികമായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഇന്ത്യ ഒട്ടാകെ വനസംരക്ഷണത്തിന്റെ വനവകുപ്പ് ആരംഭിച്ചത് ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിൽ 1868 വനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു, പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. പക്ഷേ അത് ഗോത്രനിവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായി. അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. നമുക്ക് നോക്കാം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങൾ. പഹാരി കലാപം. പഹാരി കലാപത്തിനോടാണ് ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയതിൽ വെച്ച് ആദ്യത്തേതെന്ന് കണക്കാക്കാം. 1778 പഹാരി കലാപം തുടക്കം കുറിക്കുക. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് 19-ാം നൂറ്റാണ്ടിലും പഹാരി കലാപം തുടർന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ബംഗാൾ പ്രവിശ്യയിൽ വ്യാപിച്ചിരുന്ന രാസ്മഗൽ കുന്നുകൾ. രാസ്മഗൽ കുന്നുകൾ എന്ന് പറയുമ്പോൾ ബീഹാർ, ജാർഖണ്ഡ് ഭൂപ്രദേശം തൊട്ട് പശ്ചിമ ബംഗാൾ വരെ ഉണ്ട്. അതില് ബംഗാൾ പ്രവിശ്യയില് പശ്ചിമ ബംഗാൾ തുടങ്ങിയ ഭൂപ്രദേശത്ത് വ്യാപിച്ചിരുന്ന രാസ്മഗൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് പഹാരികൾ. ഓക്കെ. ബംഗാൾ പ്രവിശ്യയിൽ വ്യാപിച്ചിരുന്ന രാസ്മഗൽ കുന്നുകൾ. കാരണം ജാർഖണ്ഡ് ഉൾപ്പെടുന്ന ഭൂപ്രദേശ രാസ്മഗൽ കുന്നുകളിൽ മറ്റൊരു വിഭാഗമാണ്. അത് നമ്മൾ തുടർന്ന് പഠിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്
ബംഗാൾ പ്രവിശ്യയിൽ വ്യാപിച്ചിരുന്ന രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ആര്? പഹാരികൾ. പഹാരികൾ. എന്താണ് പഹാരി കലാപത്തിന് കാരണം? പഹാരികളെ സംസ്കാരമുള്ളവരാക്കാനും ആധുനിക കൃഷിരീതി പരിശീലിപ്പിക്കുവാനും ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഗോത്ര വിഭാഗങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ. പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടാൻ ഒരു താല്പര്യമില്ലാത്തവരാ. അവരെ പുരോഗതിയുള്ളവരാക്കാൻ, സംസ്കാരമുള്ളവരാക്കാൻ വേണ്ടി, അപരിഷ്കൃതരിൽ നിന്ന് പരിഷ്കൃതരാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അവരെ പൊതുസമൂഹത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും അവർ പ്രതിഷേധിച്ചു. കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായ രീതിയിൽ ഉൽപാദനം നടത്താൻ വനം വെട്ടിത്തെളിച്ചു. സാധാരണ ഇതിൽ പഹാരികൾ വനം ചെറിയ രീതിയിൽ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വൻതോതിൽ വനം വെട്ടി നശിപ്പിക്കാൻ പഹാരികളും സമ്മതിക്കില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പഹാരികളോട് പറഞ്ഞു, നിങ്ങൾ വൻതോതിൽ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. ഇവര് കൃഷി ചെയ്യുന്നത് എന്താ? സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ആ സുഗന്ധവ്യഞ്ജനത്തിന് യൂറോപ്പിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ഉൽപ്പന്നം ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി, കൂടുതൽ ഭൂപ്രദേശത്ത് കൃഷി ചെയ്യാൻ വേണ്ടി കൂടുതൽ വനപ്രദേശം വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചു. ഇതും പഹാരികളെ കോപാകുലരാക്കി. അതാണ് പഹാരി കലാപത്തിനുള്ള കാരണം. പ്രത്യേകിച്ച് ഒരു പൊതു നേതാവായിട്ട് പറയാനില്ല. ജനങ്ങൾ ഒരുമിച്ചാണ് അവിടെ ഏറ്റുമുട്ടിയിരുന്നത്. അപ്പൊ പഹാരി കലാപം 1778 ആരംഭിച്ചു. ദീർഘകാലം തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബംഗാൾ പ്രവിശ്യയിൽ വ്യാപിച്ചിരുന്ന രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്രവിഭാഗമാണ് പഹാരികൾ. എന്തായിരുന്നു പഹാരി കലാപത്തിന് കാരണം? പഹാരികളെ സംസ്കാരമുള്ളവരാക്കാനും ആധുനിക കൃഷിരീതി പരിശീലിപ്പിക്കുവാനും ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു. 2. കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായ രീതിയിൽ ഉൽപാദനം നടത്താൻ വനം തെളിച്ച് കൃഷി ചെയ്യുവാൻ പഹാരികളോട് ആവശ്യപ്പെട്ടു. അടുത്ത് പറയുന്നത് സാന്താൾ കലാപം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താൾ. പ്രധാനമായും ഇപ്പം നിലവിൽ കാണപ്പെടുന്നത് ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലാണ് നിലവിൽ സാന്താൾ വിഭാഗം കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ ബംഗാള്, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വാരത്ത്, മുകളിൽ ആരാ? പഹാരികൾ. താഴ്വാരത്താരാ? സാന്താൾ. ഓക്കെ. ഈ സാന്താളുകൾ രാജ്മഹൽ കുന്നിന്റെ മുകളിൽ എത്തിച്ചേർന്നത് 1780. ആരായിരിക്കും എത്തിച്ചത്? ബ്രിട്ടീഷുകാരായിരുന്നു. കാരണം ബ്രിട്ടീഷുകാര് ആരുമായിട്ട് ക്ലാഷായി? ഈ പഹാരികളുമായിട്ട് ക്ലാഷായി. പഹാരികളാണ് കുന്നിന്റെ മുകളിൽ താമസിക്കുന്നത്. അപ്പൊ അവര് ബ്രിട്ടീഷുകാർ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് പഹാരികളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇടപെട്ട് താഴ്വരയിൽ താമസിച്ചിരുന്ന പഹാരികളെ ഇവിടെ എത്തിച്ചു? സാന്താൾ കുന്നുകളിൽ, നമ്മുടെ രാജ്മഹൽ കുന്നുകളിൽ എത്തിച്ചു എന്ന് 1780. എന്നിട്ട് സാന്താളുകൾ എന്ന ഗോത്രവർഗം കുന്നിന്റെ മുകളിൽ ജീവിക്കുകയാണല്ലോ. ആ ഭൂപ്രദേശത്തിന് ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേക ഭരണപ്രദേശമായി പ്രഖ്യാപിക്കുകയും അതിന് എന്ത് പേര് നൽകുകയും ചെയ്തു? ദാമിൻ ഇക്കോ എന്ന പേര് നൽകുകയും ചെയ്തു. സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങളെ ബ്രിട്ടീഷുകാർ എന്തെന്ന് വിളിച്ചു? ദാമിൻ ഇക്കോ എന്ന് വിളിച്ചു. ഇങ്ങനെ സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങളെ പ്രത്യേക റവന്യൂ മേഖലയായി തിരിച്ചത് ഏത് വർഷമായിരുന്നു? 1832 ഓക്കെ. അപ്പോൾ സാന്താളുകൾ ആദ്യം താഴ്വരയിൽ താമസിച്ചിരുന്നു. ആ സാന്താളുകളെ രാജ്മഹൽ കുന്നുകളിന്റെ മുകളിൽ എത്തിച്ചത് 1780. തുടർന്ന് അവിടെ സ്ഥിരവാസമാക്കിയ സാന്താളുകളുടെ വാസയോഗ്യമായ ഭൂപ്രദേശത്ത് ബ്രിട്ടീഷുകാർ ഒരു റവന്യൂ മേഖലയായി തിരിക്കുകയും അതിനെ ദാമിൻ ഇക്കോ എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ദാമിൻ ഇക്കോ എന്ന പ്രത്യേക റവന്യൂ മേഖല രൂപീകരിച്ചത് 1832 സാന്താളുകൾ മരം മുറിച്ച്, കാട് വെട്ടിത്തെളിച്ച്, നിലമുഴുത് കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം പഹാരികളോട് പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. അതുകൊണ്ട് സാന്താളുകളെ കൊണ്ടുപോയി ബ്രിട്ടീഷുകാര് കൂടുതൽ ഭൂപ്രദേശത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഈ സാന്താളുകളുടെ കുടിയേറ്റം ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സാന്താളുകളും പഹാരികളും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തില് പഹാരികൾ പരാജയപ്പെട്ടു. കാരണം ബ്രിട്ടീഷുകാരുടെ പിന്തുണ ആർക്കുണ്ടായിരുന്നു? സാന്താളുകൾക്ക്. അങ്ങനെ പഹാരികൾ പരാജയപ്പെടുകയും മലയുടെ വരണ്ട പ്രദേശത്തേക്ക് പഹാരികൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ. അപ്പൊ പഹാരികൾ താമസിച്ച ഉൾപ്പെടുത്തുന്ന സ്ഥലത്ത് ആര് താമസിക്കാനെത്തി? സാന്താളുകൾ. അല്ലെങ്കിൽ സാന്താളുകൾ ആരെത്തിച്ചു എന്ന് പറയാം? ബ്രിട്ടീഷുകാർ എത്തിച്ചു എന്ന് പറയാം, അല്ലെ?
അപ്പൊ സാന്താളുകൾ മരം മുറിച്ച് കാട് വെട്ടിത്തെളിച്ച് നിലമുഴുത കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. അതായത് പുനം കൃഷി ചെയ്യാൻ, വെട്ടിച്ചുട്ട് കൃഷി ചെയ്യാൻ വിദഗ്ധരായിരുന്നു. അതുകൊണ്ട് തന്നെ പഹാരികളോട് ബ്രിട്ടീഷുകാർ ചെയ്യാൻ പറഞ്ഞ കാര്യം ബ്രിട്ടീഷുകാർ സാന്താളുകളെ കൊണ്ടുവന്ന് പഹാരികളുള്ള ഭൂപ്രദേശത്ത് ചെയ്യുന്നു. പഹാരികൾ സാന്താളുകളുടെ കുടിയേറ്റം പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പഹാരികളും സാന്താളുകളും തമ്മിൽ ഏറ്റുമുട്ടി. അതില് പഹാരികൾ പരാജയപ്പെടുകയും പഹാരികൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ആര് കൈവശപ്പെടുത്തുകയും ചെയ്തു? സാന്താളുകൾ. തുടർന്ന് പഹാരികൾ നമ്മുടെ രാജ്മൽ കുന്നിന്റെ വരണ്ട ഭൂപ്രദേശത്തേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ സാന്താളുകൾ ബ്രിട്ടീഷുകാർ ആവശ്യപ്രകാരം കൃഷി ചെയ്യുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാര് അവരുടെ അവരുടേതായ ഗുണം കാണിച്ചു. അമിതമായി സാന്താളുകളെ ചൂഷണം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സാന്താളുകൾ എന്ത് ചെയ്തു? നേരത്തെ പഹാരികൾ ബ്രിട്ടീഷുകാരെ എതിർത്തതുപോലെ സാന്താളുകൾ എതിർത്തു. 1855 സാന്താളുകളെ ചൂഷണം ചെയ്ത ജമീന്ദാർമാർക്കും ഖുണ്ടികക്കാർക്കും ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ ആക്രമണം സംഘടിപ്പിച്ചു. 15,000-ലധികം സാന്താള ജനത ഈ കലാപ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുക. കാരണം നിർദാക്ഷ്യം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി, പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ സാന്താൾ കലാപം അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ജില്ലയാണ് സാന്താൾ പർഗാനാസ്. സാന്താൾ പർഗാനാസ്. സാന്താൾ ഗോത്രകലാപം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എലമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി. അതിന്റെ രചയിതാവ് റാണജിത് ഗുഹയാണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്, റീസെന്റായി ചോദിച്ചിട്ടുണ്ട്. റാണജിത് ഗുഹയുടെ സാന്താൾ കലാപത്തെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകം ഏതാണ്? എലമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി. ഓക്കെ അല്ലെ? അപ്പൊ 1855 സാന്താളുകളെ ചൂഷണം ചെയ്ത സെമീന്ദാർമാർ, ഖുണ്ടികക്കാർ, ബ്രിട്ടീഷുകാർക്ക് എന്നിവർക്കെതിരെ സാന്താൾ ഗോത്രവിഭാഗം ആക്രമണം സംഘടിപ്പിച്ചു. പക്ഷേ 15,000-ലധികം സാന്താൾ ജനത ഈ കലാപ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു. സാന്താൾ വിഭാഗക്കാരെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ജില്ലയാണ് സാന്താൾ പർഗാനാസ്. സാന്താൾ ഗോത്രകലാപം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എലമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി. രചയിതാവ് രണജിത് ഗുഹ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സാന്താൾ കലാപം ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പരന്നു കിടക്കുന്ന രാസ്മഗൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾ. സാന്താളുകൾ രാസ്മഗൽ കുന്നുകളിൽ എത്തിച്ചേർന്നത് 1780. സാന്താളുകൾ താമസിച്ചിരുന്ന ഭൂപ്രദേശങ്ങളെ പ്രത്യേക റവന്യൂ കേന്ദ്രങ്ങളായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. എന്ത് പേരിലാണ് അറിയപ്പെടുക? ദാമിൻ ഈക്കോ 1832 സ്ഥാപിച്ചു. സാന്താളുകൾ മരം മുറിച്ച് കാട് വെട്ടിത്തെളിച്ച് നിലമെഴുതി കുറിച്ച് കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു, അഥവാ പുനം കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. സാന്താളുകളുടെ കുടിയേറ്റം പഹാരികൾക്ക് ഇഷ്ടപ്പെടായിരുന്നില്ല. അങ്ങനെ പഹാരികളും സാന്താളുകളെ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ പഹാരികൾ പരാജയപ്പെടുകയും മലയുടെ, അതായത് രാജ്മഹൽ കുന്നുകളുടെ വരണ്ട പ്രദേശത്തേക്ക് പലായനം ചെയ്തു. ഒടുവിൽ സാന്താളുകൾ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം അനുഭവിച്ചു. സാന്താളുകൾ തിരിച്ചടിച്ചു. 1855 സാന്താളുകളെ ചൂഷണം ചെയ്ത ജമീന്ദാർമാരും ഖുണ്ടികക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം സംഘടിപ്പിച്ചു. 15,000-ലധികം സാന്താൾ ജനത കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. സാന്താൾ ജനതയെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ജില്ലയാണ് സാന്താൾ പർഗാനാസ് എന്ന പേരിൽ അറിയപ്പെടുക. സാന്താൾ ഗോത്രകലാപം പ്രതിഫലിക്കുന്ന പുസ്തകമാണ് എലമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി. എഴുതിയത് രണജിത് ഗുഹ. അടുത്ത് പറയുന്നു മുണ്ട കലാപം. 1899 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതാണ് മുണ്ട കലാപം. ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗമാണ് മുണ്ട വിഭാഗം എന്ന് പറയുക. ബ്രിട്ടീഷ് ഭരണത്തിനും സെമീന്ദാർമാരുടെ ഫ്യൂഡൽ ചൂഷണത്തിനുമെതിരെ നടന്ന കലാപം. ഈ മുണ്ട കലാപത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഉൽഗുലാൻ എന്ന് വിളിക്കാറുണ്ട്. ഉൽഗുലാൻ എന്ന് പറയുന്ന പ്രാദേശിക ഗോത്രഭാഷയിലെ പദമാണ്. ആ പദത്തിന്റെ അർത്ഥം വലിയ കോലാഹലം എന്നായിരുന്നു. നേതാവ് ബിർസ മുണ്ട. ബിർസ മുണ്ട. മുണ്ട കലാപം നടന്നത് ഇന്നത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇന്നും ജാർഖണ്ഡ് സംസ്ഥാനത്തെ ആദിവാസി വിഭാഗങ്ങൾ ഈശ്വര തുല്യനായിട്ടാണ് ബിർസ മുണ്ടയെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ മുണ്ട കലാപം 1899 മുതൽ 1900 വരെ. ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗം ബ്രിട്ടീഷ് ഭരണത്തിനും ഫ്യൂഡൽ ചൂഷണത്തിനെതിരെ പോരാടി. വിശേഷണം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉൽഗുലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉൽഗുലാൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വലിയ കോലാഹലം. മുണ്ട കലാപത്തിന്റെ നേതാവ് ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട 1900 അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോ പകർച്ചരോഗം ബാധിച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. കൃത്യമായ തെളിവില്ല എങ്കിലും തുടർന്ന് മുണ്ട കലാപത്തില് പ്രധാന നേതാക്കന്മാരൊന്നും ഉയർന്നു വന്നില്ല. ബ്രിട്ടീഷുകാർ അതിശക്തമായി മുണ്ട കലാപം അടിച്ചമർത്തുകയും ചെയ്തു. കോൾ കലാപം
കോൾ കലാപം നടന്നത് 1831-32 കാലഘട്ടത്തിൽ. ഛോട്ടാ നാഗ്പൂർ മേഖലയിലെ കോൾ ഗോത്രവർഗ്ഗക്കാരായിരുന്നു കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. നമ്മളെ ഇപ്പൊ പറഞ്ഞ മുണ്ടാ കലാപം പോലെ തന്നെ പ്രഭുക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനെതിരെ കോൾ ഗോത്രവർഗ്ഗക്കാർ നടത്തിയതായിരുന്നു കോൾ കലാപം. അടുത്ത് പറയുന്നു ഖാസി കലാപം. ഖാസി ഖാരോ കുന്നുകൾ നമുക്കറിയാം അല്ലെ. വടക്കിഴക്കൻ ഗോത്ര വിഭാഗമാണ് ഇന്ത്യയുടെ വടക്കിഴക്കത്ത് ഖാസി ഖാരോ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ഖാസി എന്ന് പറയുന്നത്. ഖാസി കുന്നുകളിലൂടെ റോഡ് നിർമ്മിക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കത്തിനെതിരെ നടത്തിയ കലാപമായിരുന്നു ഖാസി കലാപം. അപ്പോ ഖാസികൾ എന്ന ഗോത്രവിഭാഗം താമസിച്ചിരുന്ന ഖാസി കുന്നുകളില് ബ്രിട്ടീഷുകാർ റോഡ് നിർമ്മിക്കാൻ ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഗോത്ര നിവാസികളുടെ ഭൂപ്രദേശത്തിന് റോഡ് നിർമ്മിക്കുമ്പോൾ മറ്റ് ആൾക്കാർ ഇവിടെ എത്തിച്ചേരും, തങ്ങളുടെ സ്വതന്ത്ര ജീവിതം തടസ്സപ്പെടുമെന്നൊരു കാര്യമുള്ളത് കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുക. ഈ ഖാസി കലാപത്തിന്റെ നേതാവായി കണക്കാക്കുന്നത് ടിറോഡ് സിംഗ് സയീമാണ്. ആരാണ്? ടിറോഡ് സിംഗ് സയീം. ടിറോഡ് സിംഗ് സയീം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഇത് ജസ്റ്റ് പേരും നടന്ന സ്ഥലവും വർഷവും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതിയാവും. കോൾ കലാപം 1831 മുതൽ 32 വരെ ഛോട്ടാ നാഗ്പൂർ മേഖലയിലെ കോൾ ഗോത്രവർഗ്ഗക്കാര് പ്രഭുക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനെതിരെ നയിച്ച കലാപം. ഖാസി കലാപം 1829 മുതൽ 33 വരെ. വടക്കിഴക്കൻ ഗോത്രവിഭാഗമാണ് ഖാസികൾ. പ്രധാന കാരണം ഖാസി കുന്നുകളിലൂടെ റോഡ് നിർമ്മിക്കുവാനുള്ള ബ്രിട്ടീഷ് നീക്കത്തിനെതിരെ. ഖാസി കലാപത്തിന്റെ നേതാവ് ടിറോഡ് സിംഗ് സയീമാണ്. സെറ്റാണ്. അടുത്ത് പറയുന്നു ഫീൽ കലാപം. ഫീൽ കലാപം എന്ന് പറയുന്നത് ആരാണ്? അതും ഒരു ഗോത്ര വിഭാഗമാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ പശ്ചിമ ഇന്ത്യയിലെ ഫീൽ ഗോത്രവർഗ്ഗക്കാരാണ് ഫീൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഫീൽ കലാപം തുടക്കം കുറിക്കപ്പെട്ടത് 1818 ഏകദേശം 30 വർഷത്തോളം നീണ്ടു നിന്നതാണ് പറയുക. നമുക്ക് ആരംഭിച്ച വർഷം മതി 1818. ഫീൽ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെ? കാസി സിംഗ് കൂടാതെ ഭീമനായിക്. കാസി സിംഗും കൂടാതെ ഭീമനായിക്കും. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെയായിരുന്നു ഫീൽ കലാപം. കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശങ്ങൾ ഫീൽ ജനതയ്ക്ക് ഗോത്രവിഭാഗത്തിന് നൽകിയില്ല. അവരെ പരമാവധി ചൂഷണം ചെയ്തു. എതിർത്തവരെ അതിശക്തമായി അടിച്ചമർത്തി. അതായിരുന്നു ഫീൽ കലാപത്തിനുള്ള പ്രധാന കാരണം. അപ്പൊ പൊതുവായിട്ട് ഗോത്ര കലാപങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. അത് തന്നെയാണ് ഇവിടെ. അപ്പൊ ഫീൽ കലാപം ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ പശ്ചിമ ഇന്ത്യയിലെ ഗോത്ര വിഭാഗമാണ് ഫീൽ എന്ന് പറയുന്നത്. ഫീൽ കലാപം ആരംഭിച്ചത് 1818. പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് കാസി സിംഗും ഭീമനായിക്കും. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ പ്രധാന കാരണം എന്ന് പറയുന്നത് വനവിഭവങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടതും ചൂഷണവും അടിച്ചമർത്തലുകളും. ക്ലിയർ ആണ്? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. യെസ്. അപ്പോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങളാണ് നമ്മൾ പഠിച്ചത്. വളരെ പെട്ടെന്ന് റിവിഷൻ ചെയ്യാം. ഇവിടെ കാണാതെ പഠിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രമാത്രം. ആദ്യം 3 ഡയലോഗ് പിടിച്ചു അല്ലെ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് DG ടെണ്ടുൽക്കറാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിംഗ് പ്രഭു. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്രയിലിനാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് DS ബുഖാനനുമാണ്. നീലം കലാപം. നീലം കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ബംഗാളിലാണ്. ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1859. അമ്പും വില്ലും വാളും കുന്തവുമായി കയ്യിൽ കിട്ടിയ എന്തും ആയുധമായി കണക്കാക്കിക്കൊണ്ട് നീലം കർഷകര് ഫാക്ടറികൾ ആക്രമിച്ചു. സ്ത്രീകളും ഈ നീലം കർഷക സമരത്തിൽ പങ്കാളിയായി എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ എന്ന പേരിൽ അറിയപ്പെടുക. ഡക്കാൻ കലാപം മറ്റൊരു കർഷക കലാപമാണ്. ഡക്കാൻ കലാപം പക്ഷേ അത് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ല എന്നത് പ്രത്യേകിച്ച് ഓർമ്മിക്കാം. ഡക്കാൻ കലാപം ആരംഭിച്ചത് 1875 ഡക്കാൻ മേഖലയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന സാഹുക്കൾക്കെതിരെയായിരുന്നു ഈ കലാപം. കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പൂനെ. പൂനെയുടെ പഴയ പേര് സുബ എന്നായിരുന്നു. ഈ സുബ അല്ലെങ്കിൽ പൂനെ എന്ന് പറയുന്നത് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന സാഹുക്കളുടെയും
വലിയ കച്ചവടക്കാരുടെയും, അതായത് വൻകിട കച്ചവടക്കാരുടെയും പ്രധാന കേന്ദ്രമായിരുന്നു. കർഷകരായ കലാപകാരികൾ സംഘടിച്ച് ഈ സാഹുക്കളുടെ കൈവശമുള്ള ഈ വായ്പ നൽകിയ കണക്കെഴുതി വെച്ചിരുന്ന കണക്ക് പുസ്തകങ്ങൾ കൈയടക്കുകയും അത് കത്തിക്കുകയും ചെയ്തു. ഇവര് പട്ടിണിയിലായതുകൊണ്ട് ധാന്യക്കടകൾ കൊള്ളയടിക്കുകയും സാഹുക്കളുടെ വീടുകൾ പോലും തീവയ്ക്കുകയും ചെയ്തു. ഏറ്റവും പ്രാധാന്യം ഡെക്കാൻ കലാപം ആർക്കെതിരെയാണ്? സാഹുക്കൾക്കെതിരെയാണ് എന്നതാണ്. ഗോത്രകലാപങ്ങൾ. ഗോത്രകലാപത്തിന്റെ അടിസ്ഥാനം നമ്മളിവിടെ പറയുകയാണ്. ഗോത്ര ജനതയുടെ പ്രധാന ജീവന ഉപാധികൾ എന്തൊക്കെ? വനവിഭവങ്ങൾ ശേഖരിക്കുക, കന്നുകാലി വളർത്തുക, പുനംകൃഷി അഥവാ വെട്ടിച്ചുട്ടി കൃഷി, പിന്നെ വേട്ടയാടൽ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതപൂർണമാക്കി. എന്തായിരുന്നു പ്രശ്നം? വനങ്ങളെ സംരക്ഷിത പ്രദേശമാക്കി മാറ്റുകയും വനത്തിനുള്ളിലേക്ക് ഗോത്രനിവാസികൾക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് വനവാസികളായ ഗോത്രം ശക്തമായി തിരിച്ചടിക്കും അല്ലെ? അത്രയേ ഉള്ളൂ. പഹാരി കലാപം 1778. ബംഗാൾ പ്രവിശ്യയിൽ വ്യാപിച്ചിരുന്ന രാജ്മഹൽ കുന്നുകളിന്റെ മുകളിൽ അധിവസിച്ചിരുന്ന ഗോത്രവിഭാഗമാണ് പഹാരിയകൾ അഥവാ പഹാരികൾ. കലാപത്തിന് പ്രധാന കാരണങ്ങൾ പഹാരികളെ സംസ്കാരമുള്ളവരാക്കാനും ആധുനിക കൃഷി പരിശീലിപ്പിക്കുവാനും ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു. ഈ കടന്നുകയറ്റത്തെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാർഷിക കയറ്റുമതിക്ക് ആവശ്യമായ രീതിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ വനം കൂടുതൽ വെട്ടിത്തെളിച്ച് പഹാരികളോട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതും അവർ എതിർത്തു. പഹാരികൾക്ക് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നെ ബ്രിട്ടീഷുകാരെ പ്രവർത്തിക്കുക. അതാണ് പിൽക്കാലത്ത് സാന്താൾ കലാപം ഉണ്ടായത്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയില ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾ. ഈ സാന്താളുകളെ രാജ്മഹൽ കുന്നിന്റെ മുകളിൽ എത്തിച്ചത് 1780 ബ്രിട്ടീഷുകാരായിരുന്നു. തുടർന്ന് സാന്താളിൽ താമസിക്കുന്ന രാജ്മഹൽ കുന്നിൻ ഭൂപ്രദേശങ്ങളെ പ്രത്യേക റവന്യൂ മേഖലയെ വേർതിരിച്ചു. അതിന് ദാമിൻ ഇക്കോ എന്ന് പേരിട്ടു 1832. സാന്താളുകൾ മരം മുറിച്ച് കാട് വെട്ടിത്തെളിച്ച് നിലമൊഴുത് കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു, അഥവാ വെട്ടിച്ചുട്ട് കൃഷിയിൽ, പുനം കൃഷിയിൽ വിദഗ്ധരായിരുന്നു. ഈ സാന്താളുകളുടെ കുടിയേറ്റം പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പഹാരികളും സാന്താളുകളും തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ സാന്താളുകൾ വിജയിച്ചു. പരാജയപ്പെട്ട പഹാരികൾ മലയുടെ, അതായത് രാജ്മഹൽ കുന്നുകളുടെ വന പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. 1855 സാന്താളുകളെ ചൂഷണം ചെയ്ത ജമീന്ദാർമാരും കുണ്ടികക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം സംഘടിപ്പിച്ചു. 15,000-ലധികം സാന്താൾ ജനത കൊല്ലപ്പെട്ടു. സാന്താൾ ജനതയെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ജില്ലയാണ് സാന്താൾ പർഗാനാസ്. പിന്നെ അടിമകളെ പോലെയാണ് പിന്നെ സാന്താൾ അവിടെ പ്രവർത്തിക്കുന്നത്, ബ്രിട്ടീഷുകാരുടെ കർശനമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. സാന്താൾ ഗോത്രകലാപം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റാണാജത്ത് ഗുഹയുടെ എലമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി. മുണ്ടാ കലാപം 1899-900 കാലഘട്ടത്തിൽ. ചോട്ടനാഗ്പൂരിലെ ഗോത്രവിഭാഗമാണ് മുണ്ടകൾ. ബ്രിട്ടീഷ് ഭരണത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ വിശേഷണം ഉൽ ഗുലാൻ അഥവാ വലിയ കോലാഹലം. നേതാവ് ബിർസ മുണ്ട. കോൾ കലാപം 1831-32 കാലഘട്ടത്തിൽ ചോട്ടാനാഗ്പൂർ മേഖലയിലെ കോൾ ഗോത്രവർഗക്കാരുടെ നേതൃത്വത്തിൽ നടന്ന കലാപം പ്രഭുക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ തന്നെയാണ്. ഖാസി കലാപം 1829-33 വരെ. വടക്കിഴക്കൻ മേഖലയിൽ അധിവസിച്ചിരുന്ന ഗോത്രവിഭാഗമാണ് ഖാസികൾ, പ്രത്യേകിച്ച് ഖാസി ഖാരോ കുന്നുകളിൽ. ഖാസി കുന്നുകളിലൂടെ ബ്രിട്ടീഷുകാർ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചതിനെതിരെയുള്ള പ്രതിഷേധം. ഖാസി കലാപത്തിന്റെ പ്രധാന നേതാവ് ടിറോട്ട് സിംഗ് സയീമാണ്. ഫീൽ കലാപം ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ച് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര മേഖലയിൽ അധിവസിച്ചിരുന്ന ഗോത്രവിഭാഗമാണ് ഫീൽ ഗോത്രവർഗക്കാർ. ഫീൽ ഗോത്രവർഗക്കാർ കലാപം ആരംഭിച്ചത് 1818-ലായിരുന്നു. പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ഖാസി സിംഗ്, ഭീം നായിക് എന്നിവർ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെയായിരുന്നു കലാപം. കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം വനവിഭവങ്ങളുടെ അവകാശങ്ങൾ ഫീൽ വർഗക്കാരിൽ നിന്നും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കൂടാതെ ചൂഷണവും അടിച്ചമർത്തലും. ഇതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു എന്താ ഫീൽ കലാപം എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രധാന ഗോത്ര കലാപങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലൂടെ പഠിച്ചത്. പ്രാധാന്യത്തോടെ PSC ചോദിക്കാറുണ്ട്. മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഏതെങ്കിലും ഒരു ഗോത്ര കലാപത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനകരമായിരിക്കും. ഒന്ന് വായിച്ചു വെക്കാം. ബി ഹാപ്പി ആൾവേസ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ളത് സംസ്ഥാന പുനഃസംഘടനയാണ്. അടുത്ത ക്ലാസ്സിൽ സംസ്ഥാന പുനഃസംഘടന നമ്മൾ പഠിക്കും. കാരണം ബാക്കി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ സംസ്ഥാന പുനഃസംഘടനയും അതിനടുത്ത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന യുദ്ധങ്ങൾ. രണ്ടും ചെറിയ ക്ലാസ്സാണ്. ആ 2 ക്ലാസ്സോടുകൂടി ഇന്ത്യാ ചരിത്രം എന്ന ടോപ്പിക്ക് സമ്പൂർണ്ണമാണ്. 100% നമ്മൾ പഠിച്ചു കഴിയും. ഓക്കെ അല്ലേ?